ആഗ്ര താജ്മഹൽ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വെച്ച് പിടിച്ച് പോയത് മധുരയ്ക്കാണ്. മധുര കഴിഞ്ഞാണ് ആഗ്ര. അപ്പം താജ്മഹൽ കണ്ടിറങ്ങുമ്പം പിന്നെ കുറച്ചുകൂടെയൊക്കെ സമയം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് മധുരയും പോകാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. മധുരയിൽ കൂടുതലും കൃഷ്ണൻ്റെ ജന്മഭൂമിയാണല്ലോ, അതുകൊണ്ട് തന്നെ കുറേ അമ്പലങ്ങളാണുള്ളത്. അപ്പോൾ അവിടെ കൃഷ്ണനെ നമ്മളറിയാലോ ജയിലിലാണ് പ്രസവിച്ചത്. അപ്പോൾ ആ അമ്പലം, പിന്നെന്താ ഓടിക്കളിച്ച് നടന്ന അമ്പലം, അങ്ങനെയൊക്കെ കുറേ അമ്പലങ്ങൾ ഇവിടെയുണ്ട്. അതുകൂടാതെ വേറെയും കുറേ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളുണ്ട്. അതിലൊന്ന് ആണിത്. ഇതാണ് ചാർദം. ഇവിടെ ഇപ്പം ദേവിയുടെയും അതുപോലെ വലിയൊരു ശിവൻ്റെ പ്രതിമയും ദേവിയുടെ പ്രതിമയും അങ്ങനെ പിന്നെ കൃഷ്ണൻ്റെയും രാധയുടെയും ഒക്കെ ആയിട്ടുള്ള ഒരു അമ്പലമാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ ഇതൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഒന്ന് കണ്ടു നോക്കാം. കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ടല്ലേ. വലിയ ഈ ഒരു ദേവിയുടെ പ്രതിമയുടെ ചുറ്റുമുള്ള, അതായത് ഇറങ്ങിച്ചെല്ലുമ്പം താഴെ ഭാഗത്ത് കാണുന്ന കാഴ്ചകളാണ് ഈ വെള്ളച്ചാട്ടവും അതിനോടനുബന്ധിച്ചുള്ളതും. ഈ ദേവിയുടെ ഇരിക്കുന്നതിൻ്റെ താഴ്ഭാഗത്തൂടെ ഒരു വാതിലായിട്ടുണ്ട്. അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു അമ്പലം മാതിരിയാണ്. അതിനുള്ളിൽ കുറേ പിക്ചറുകൾ, ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ദേവിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിനുള്ളിൽ അത് കാണാം. പിന്നെ അവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ട്. വല്ലാത്തൊരു മനസ്സന്തോഷം നൽകുന്നൊരു കാഴ്ചയായിരുന്നു കേട്ടോ. വളരെ മനോഹരമാണ്. ഇതാണ് ദേവി ഇരിക്കുന്നതിൻ്റെ ആ ഉൾവശത്തുള്ള കാഴ്ചകൾ. ഇതാണ് അവിടുത്തെ അമ്പലം. ഇങ്ങനെ വേറെയും ഉണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ ദേവിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ കയറി പോകുന്നത് കൃഷ്ണൻ്റെയും രാധയുടെയും അമ്പലത്തിൻ്റെ അവിടേക്കാണ്. അങ്ങോട്ട് നോക്കൂ, പശുമ്പ കുഞ്ഞി പശുക്കളും ഒക്കെ ആയിട്ട് ഇവിടെയെല്ലാം തന്നെ കൃഷ്ണനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കൃഷ്ണൻ്റെ അമ്പലത്തിനോട് അനുബന്ധിച്ച് കാണുന്നത്. പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ മല പൊക്കിയത്, അതുപോലെ എന്താ പാമ്പിൻ്റെ മണ്ടയിൽ നൃത്തം തുള്ളി, അതൊക്കെ ആ കേട്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ നന്നായിട്ട് കാണാൻ സാധിക്കും. ഇതെന്താ അങ്ങോട്ട് പോണേ? പോയ ദിവസം അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് ഇത് നിറയെ ആളുകളുണ്ട്. ഈ പ്രാർത്ഥന തേര് തെളിച്ച കൃഷ്ണൻ്റെ അത് കണ്ടില്ലേ നമ്മുടെ യുദ്ധസമയത്ത്. അപ്പോൾ അതൊക്കെയാണ് അവിടെ കാണിച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് മണിയടിച്ച് അമ്പലത്തിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഫുള്ളും കൃഷ്ണനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. കോപ്പറേറ്റ് അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിങ്ങനെ വോളിയം കട്ട് ചെയ്തത് കേട്ടോ.
അടുത്ത് നമ്മൾ പോയത് വലിയൊരു ശിവപ്രതിമയുടെ ഉള്ള ഭാഗത്തേക്കാണ്. അതായത് ശിവൻ അമ്പലത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ അടിഭാഗം മുഴുവനും ശിവൻ അമ്പലത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനടുത്തായിട്ട് തന്നെ ഗണപതിയുടെയും മുരുകൻ്റെയും വലിയൊരു പ്രതിമ ഉണ്ട്. അങ്ങനെ ശരിക്കും ഈ ഒരു പ്രതിമയാണ് നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുന്നത്, റോഡിൽ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. എന്തൊരു വല്ലാത്ത ഫീലിങ്സാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ. വെള്ളം വീഴുന്നതിൻ്റെയാണ് ഇവിടെ ഇങ്ങനെ ഈ ശബ്ദം കേൾക്കുന്നത് കേട്ടോ. ഇവിടെ നിറയെ വെള്ളം വീഴുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ ഫുള്ളും മണിയടിയും പാട്ടും ബഹളവും ഒക്കെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇത് കട്ട് ചെയ്ത് ഞാൻ എൻ്റെ വോയിസ് ഇടുന്നത്. പാട്ട് കേൾക്കുന്നിടത്ത് ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിച്ചാലൊന്ന് പേടിച്ചിട്ട് കുറേ കോപ്പിറൈറ്റ് ആയി അതുകൊണ്ടിട്ടാണ്. നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം ഇച്ചിരി ചൂടൊക്കെ ഉണ്ട് കേട്ടോ. അത് കാരണം നല്ല വെള്ളം കുടിച്ചിട്ടാണ്. ഇനി കുറച്ച് AC കൊള്ളാം. ഈ ഒരു റൂമിലായിട്ട് ഫുള്ളും ഈ ഒരു അമ്പലത്തിനെ മൊത്തത്തിൽ കണ്ണാടിക്കൂട്ടിലാക്കി വെച്ചേക്കുന്നതാണ് കാണുന്നത്. പിന്നെ കുറേ ഭഗവാന്മാരുടെ രൂപങ്ങളും കാണാം. മധുരയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണ് ഇവിടം. മധുര എന്ന് പറഞ്ഞാൽ തന്നെ മുഴുവൻ ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങളേ ഉള്ളൂ. എത്ര കണ്ടാലും തീരാത്തോണം ഒരുപാട് അമ്പലങ്ങളുണ്ട്. നമ്മൾ രണ്ടിടത്താണ് പോയത്. ഒന്ന് ഇവിടെയും വേറെ ഒരിടം ഇവിടെ ഉണ്ട്. രണ്ടിടവേ നമുക്ക് പോകാൻ സാധിച്ചുള്ളൂ. അതിപ്പോൾ മിക്കവാറും ഞാൻ അടുത്ത വീഡിയോയിലായിരിക്കും. കാരണം ഇത് ഒരുപാട് ലെങ്താണ്. ഇതിപ്പോൾ എഡിറ്റ് ചെയ്ത് കയറ്റാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഇതുവരേക്കും വൈകിയത്. ഇപ്പോൾ കുറേ ആയി നമ്മൾ പോയി വന്നിട്ട്, കുറേ നാളെ കുറച്ച്. അപ്പം അതേ ഫുൾ അമ്പലത്തിനെ ഈ ഒരു ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മളുടെ നാട്ടിലെ അമ്പലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമാണ് ഇവിടുത്തെ അമ്പലങ്ങൾ. ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന രീതികളിലായാലും അവരുടെ വ്രതങ്ങളുടെ ആയാലും ഒക്കെ വ്യത്യാസമാണ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ശിവഭഗവാന്റെ അമ്പലത്തിനകത്താണ് കയറിയത്. അതായത് വലിയ സ്റ്റാച്ചുവിൻ്റെ അകത്ത്. അവിടെ പോകുമ്പോൾ കാണാം ഭഗവാന്റെ ചന്ദ്രക്കല. അതുപോലെ തന്നെ എപ്പോഴും ഒരു സർപ്പം ഉണ്ടാവുമല്ലോ ഭഗവാന്റെ കഴുത്തിൽ. വാസുകി അല്ലയോ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് അവിടെ എല്ലാം ഹരഹര മഹാദേവ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ രുദ്രാക്ഷം. ഇതൊക്കെ തന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. രുദ്രാക്ഷം ഇത് പുറമേ നിന്ന് കാണുന്ന കാഴ്ചകളാണ്. ഇതിനുള്ളിലായിട്ട് വെള്ളത്തിനകത്ത് ഡ്യൂപ്ലിക്കേറ്റാണ്, പക്ഷെ താമരയുണ്ട്. ഇവിടെയായിട്ട് ഇതേ കുറച്ച് വെള്ളവും അതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് താമരയും പിന്നെ കുറേ പേര് കോയിൻ ഇട്ടിട്ടുണ്ട്. ആളുകൾ കോയിൻ ഇടുന്നുണ്ട്. ഇത് അവർ തന്നെ ഇട്ടതാണോ ആൾക്കാരിടുന്നതാണോ ആളുകൾ ആരും ഇടുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പിന്നെ ശിവലിംഗങ്ങൾ അങ്ങും ഇങ്ങൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇതിനകത്ത് ഫുള്ളും ശിവനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസ്. അമ്പലത്തിലായതുകൊണ്ട് തന്നെ ഫുള്ളും മണിയടിയും ബഹളവും ആളുകളുടെ ബഹളവും ഒക്കെയാണ് കേട്ടോ കേൾക്കാനുള്ളത്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാനത് കട്ട് ചെയ്യുകയും പിന്നെ പാട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. മുത്ത് കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ അനുഭവത്തിൽ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് പോയി ആ കാഴ്ച അടുത്ത വീഡിയോയിൽ കാണാം.